നാർസിസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പൊ ഇതൊരു കോമൺ ടേമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റും പലരും ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരുണ്ട്. കഴിവതും ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇവരെ എങ്ങനെ തിരിച്ചറിയാം? നമുക്കൊന്ന് നോക്കിയാലോ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ മുമ്പിൽ സ്വീറ്റ് ആയിരിക്കും, പക്ഷെ വീട്ടിൽ കയറിയാൽ അറിയാം തനി സ്വഭാവം എന്താണെന്ന്. മിക്കവരും ഇവരെ അങ്ങ് തീരുമാനിക്കും ഇവർ പാവങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഫണ്ണിയാണ്, ക്യൂട്ടാണ് എന്നൊക്കെ. പക്ഷെ വെറുതെയാണ്. അടുത്ത പ്രത്യേകത പറയാതിരിക്കാൻ വയ്യ. ഇവർക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞത് ഒട്ടും ഇഷ്ടമല്ല. അത് ഫുഡ് ആയാലും മണി ആയാലും സ്പേസ് ആയാലും വോട്ടെവർ, അവർക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഒട്ടും ഇഷ്ടമല്ല. ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ മാറ്റി നിർത്തേണ്ടതാണ് കേട്ടോ. മറ്റുള്ളവരുടെ സൗന്ദര്യം, ജോലി, വിദ്യാഭ്യാസം ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവരായിരിക്കണം സുപ്പീരിയേഴ്സ്. അതായത് നിറത്തിന്റെ കാര്യത്തിലായാലും ഞാൻ കറുപ്പാണ്, വെളുപ്പാണ്, അല്ലെങ്കിൽ ഞാൻ വണ്ണം കൂടുതലാണ്, വണ്ണം കുറവാണ്, എങ്ങനെയെങ്കിലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക എന്നാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇവരുടെ മറ്റൊരു സവിശേഷത എന്താണെന്നറിയാവോ? ഇവരെ എല്ലാരും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലോ ഇവരുടെ ആകെ മൊത്തത്തിൽ മൂഡ് മാറും. എന്ത് ചെയ്യാനല്ലേ? ഇങ്ങനെയുള്ള ആളുകളിൽ ദയ, അനുകമ്പ, കമ്പാഷൻ ഈ വക കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവർ അഭിനയിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അറിയാലോ, ഈ കൂട്ടർ മാനിപ്പുലേഷന്റെ കാര്യത്തിൽ ഒന്നാമനാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താ? ഇവരൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ഇൻ കേസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി എന്നാൽ ആ ആളോട് ഒരു അപ്പോളജൈസ് ചെയ്യാൻ പോലും മനസ്സ് കാണിക്കാൻ ഇവർക്ക് ആകില്ല. അത് മാത്രമല്ല, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, അവർ നന്നാകുമോ, അവരിങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ഉള്ള ചിന്ത കാരണം ഇവരുടെ മൈൻഡ് ഫുള്ള് കൺഫ്യൂഷനും ടെൻഷൻസും ആങ്സൈറ്റിയും കൊണ്ട് കലർന്ന ഒരു അവസ്ഥയാണ്. ഇത് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരെ കൊണ്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ബുദ്ധിമുട്ടി ഒരു പരിവാകും. സോ കഴിവതും ഈ കാറ്റഗറി പെടുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ ഉടനെ തന്നെ ഇവരിൽ നിന്നും മാറുന്നത് തന്നെയായിരിക്കും നല്ലത്. ബൗണ്ടറീസ് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഗോവിന്ദ. ബൈ.